നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി പറ്റിയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് മൊബൈൽ ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഞാൻ ഫോണിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോണിൽ ഫോട്ടോ എഡിറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ സ്നാപ്സീഡ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ സ്നാപ്സീഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, അതിനുശേഷം സ്നാപ്സീഡ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും, ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ടൂൾസിലോട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ ടൂൾസൊന്നും യൂസ് ചെയ്യാറില്ല, വളരെ കുറച്ച് ടൂൾസേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ ട്യൂൺ ഇമേജാണ്. അപ്പോൾ ട്യൂൺ ഇമേജിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എടുക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് അങ്ങോട്ട് മുകളിലോട്ട് നാട്ടിൽ സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ട്യൂൺ ഇമേജിനകത്ത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നല്ല വൃത്തിയായിട്ട് എക്സ്പോസ് ചെയ്തൊരു ഫോട്ടോ ആണ്. ഇതിലിനിയിപ്പോൾ വലുതായിട്ട് ബ്രൈറ്റ്നസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് ബ്രൈറ്റ്നസ്. അത് കഴിഞ്ഞ് കോൺട്രാസ്റ്റ്. അപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ കുറച്ചിട്ടാണ് സാധാരണ ഫോട്ടോ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ കൂട്ടാറുണ്ട്. എങ്ങനെ പോയാലും ഒരു 50 അടുപ്പിച്ച് കൊടുക്കാറുണ്ട് എല്ലാ ഫോട്ടോകളിലും. ഇപ്പോൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ. അപ്പോൾ സാച്ചുറേഷൻ ഞാൻ വളരെ കുറച്ച് ഇടാറുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് ആംബിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആംബിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയുടെ ക്വാളിറ്റിയാണ് കൂട്ടുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഇത് കൂട്ടുമ്പോൾ കാണാൻ പറ്റില്ല, ഇല്ല നമ്മുടെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ കളേഴ്സൊക്കെ ഒന്ന് ഒരു കൂട്ടിത്തരും. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. ഒരു 40 സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹൈലൈറ്റ്. അപ്പോൾ ഹൈലൈറ്റ് ഞാൻ സാധാരണ കുറയ്ക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഹൈലൈറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാഡോ. അപ്പോൾ ഷാഡോ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളെ ഒന്ന് ബ്രൈറ്റാക്കി കിട്ടാൻ സഹായിക്കും. പിന്നെ അടുത്തത് വാമാണ്. അതായത് ഇത് കൂട്ടിയാൽ നമുക്ക് ഒരു യെല്ലോ ടിൻറ്റ് കൂടും, കുറച്ച് ഒരു ബ്ലൂ ടിൻറ്റ് കയറും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലേ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു ടിക്ക് മാർക്കുണ്ട്, അത് കൊടുത്താൽ നമുക്ക് ഇതുവരെ ചെയ്ത സംഭവങ്ങൾ അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബിഫോറും ആഫ്റ്ററും കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും ടൂൾസിൽ പോയിട്ട് അടുത്ത ഓപ്ഷൻ എടുക്കുകയാണ്. അടുത്ത ഓപ്ഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിൽസാണ്. ഡീറ്റെയിൽസിനകത്ത് 2 ഓപ്ഷൻ ഉള്ളത്, സ്ട്രക്ചറും ഷാർപ്പനിങ്. അപ്പോൾ ഇതിൽ ഷാർപ്പനിങ് ഞാൻ അധികം കൂട്ടാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ഷാർപ്പനിങ് കൂട്ടിയാൽ നമ്മുടെ ഫോട്ടോയിൽ ഇങ്ങനെ ഒരുമാതിരി നോയ്സ് കണക്കുള്ളൊരു സംഭവം വരും. അതുകൊണ്ട് ഷാർപ്പനിങ് അധികം കൂട്ടാറില്ല. എന്നാലും സ്ട്രക്ചർ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രക്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയിൽ എന്താ പറയുക, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ബൊക്കെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും ഈ സ്ട്രക്ചർ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു 30-40 സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഷാർപ്പനിങ് ഇതിലൊന്നും ചെയ്യുന്നില്ല, അത് വെറുതെ വിട്ടേക്കാണ്. വീണ്ടും താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ടൂൾസിൽ പോയിട്ട് പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കർവാണ്. കർവിനകത്ത് ഞാൻ എപ്പോഴും ഒരേപോലെയുള്ളൊരു കർവാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതായത് ഒരു എസ് ഷേപ്പിലുള്ള കർവാണ് ഞാൻ സാധാരണ ഫോട്ടോകളിൽ ആഡ് ചെയ്യാറുള്ളത്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി 2 പോയിൻ്റ് ഉണ്ട്, ഏറ്റവും മുകളിൽ ഇവിടെ ആയിട്ടും ഏറ്റവും താഴെ ഇവിടെ ആയിട്ടും. അപ്പോൾ ഞാൻ ഇനി ഒരു 3 പോയിൻ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇടത് സൈഡിൽ താഴെയുള്ള പോയിൻ്റ് മുകളിലോട്ടാക്കി കൊടുക്കും. എൻ്റെ തൊട്ട് മുകളിലുള്ള പോയിൻ്റ് കുറച്ച് താഴോട്ടാക്കി കൊടുക്കും. ഈ നടുക്കുള്ള പോയിൻ്റ് കറക്റ്റ് ആ വരയിൽ പിടിച്ച് വയ്ക്കും. അതിൻ്റെ തൊട്ട് മുകളിലോട്ടാക്കി കൊടുക്കും. ഏറ്റവും ടോപ്പിലുള്ള താഴോട്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു എസ് ഷേപ്പിലുള്ള കർവാണ് ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു അത്യാവശ്യം എന്താ പറയുക, ഒരു മുടി ലുക്കുള്ളൊരു ഫോട്ടോ കിട്ടും. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുത്തു, വീണ്ടും ടൂൾസ് എടുത്തു. പിന്നെ ക്രോപ്പ്. ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ടാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ 5:4 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് ഞാൻ ക്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ ക്രോപ്പ് ചെയ്തു. ഇതിപ്പോൾ റൂൾ ഓഫ് തേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫോട്ടോ ക്രോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റൂൾ ഓഫ് തേർഡ് എന്തെന്ന് അറിഞ്ഞുകൊടുന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫി ബേസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, അത് കണ്ടാൽ മതി. ഇപ്പോൾ റൂൾ ഓഫ് തേർഡ് വെച്ചിട്ട് ഞാൻ ക്രോപ്പ് ചെയ്തു. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി
ഇങ്ങോട്ടുള്ള സെറ്റിങ്സുകളിൽ പിന്നെ ഉപയോഗിക്കുന്ന സെലക്റ്റീവാണ്. ഈ സെലക്റ്റീവ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കളറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ ഈ ഓറഞ്ച് കളറിലുള്ള സംഭവങ്ങളെ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അതിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എത്രത്തോളം ഭാഗം സെലക്ട് ആയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വിരൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്രത്തോളം ഭാഗം സെലക്ട് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗത്തിലാണ് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. ഇത് മതി. അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷനും കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. സ്ട്രക്ചറും കുറച്ചൊന്ന് കുറച്ച് കൊടുക്കും. ഇപ്പോൾ ഓറഞ്ചിൻ്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എനിക്ക് ഈ പച്ച കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ താഴെ ഈ പ്ലസ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പോയിൻ്റ് എടുത്ത് പച്ചയിൽ കൊണ്ടുവയ്ക്കുകയാണ്. പച്ചയിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും നോക്കി എത്രത്തോളം ഭാഗം സെലക്ട് ആയിട്ടൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് പച്ചയുടെ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കുറച്ചു, സാച്ചുറേഷനും കുറച്ചൊന്ന് കുറച്ചു. ഓക്കെ, ഇനി എനിക്ക് ഈ വണ്ടിയുടെ ഈ ഹാൻഡിൽ ഒന്ന് ബ്രൈറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പ്ലസ് ബട്ടൺ എടുത്തിട്ട് ഹാൻഡിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടി, സാച്ചുറേഷൻ കുറച്ചൊന്ന് കുറച്ച്. ഓക്കെ, കുറച്ചുകൂടെ ബ്രൈറ്റ്നസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ശരി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇതുവരെ ചെയ്തത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇതിൽ ഞാൻ എത്രയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവസാനമായിട്ടൊരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വിനിയേറ്റാണ്. അതായത് ഏറ്റവും അവസാനമുള്ള ഈ ഓപ്ഷൻ. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോയുടെ കോർണറുകളൊന്ന് ഒരു ഡാർക്കാക്കി തരും. കാണിച്ചു തരാം. അതുകൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കും. അത് ഞാൻ സാധാരണ ഗതിയിൽ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അത് പോയ ഇന്നർ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ആ സർക്കിളിനകത്തുള്ള സംഭവം വെളുപ്പിക്കുക. അത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. കോർണർ മാത്രമേ ഡാർക്ക് ആക്കാറുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണാൻ പറ്റും. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സേവ് ചെയ്യാനായിട്ട് ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആവും. അപ്പോൾ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വർക്ക് ഫ്ലോ ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. മാക്സിമം ചുരുക്കിയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ആയി പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുക. അതുകൊണ്ട് മാക്സിമം ചുരുക്കിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.